അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ പറയുന്നത് ക്ഷമയുള്ള സ്ത്രീകളുടെ അടയാളങ്ങളെ കുറിച്ചിട്ടാണ്. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഇന്ന് ലൈവ് ഇട്ടിരുന്നു അല്ലേ. അപ്പോൾ ചില സാഹചര്യത്താൽ നമുക്ക് ആ സമയത്തോ ലൈവിൽ വരാനൊന്നും കഴിയൂല. അപ്പോൾ നിങ്ങൾ ചൊല്ലിക്കോളിയും, എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം ലഭിക്കും. നല്ല നിയ്യത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ അസീസു യാ അല്ലാ എന്നുള്ള ദിക്റ് 40 പ്രാവശ്യം 40 ദിവസം. ഞാൻ അത് ആ പുസ്തകത്തിലുള്ളത്, ആ അദ്കാറിലുള്ളതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക. എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരും. അത് ഉറപ്പാണ്. ചെയ്തിട്ട് ഫലം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം മുഖത്തല്ല, അവളുടെ സ്വഭാവത്തിലും ക്ഷമയിലുമാണ്. ജീവിതത്തിൽ എത്ര പരീക്ഷണങ്ങൾ വന്നാലും അള്ളാഹുവിൽ വിശ്വസിച്ച് ക്ഷമയോടെ മുന്നോട്ടു പോകുന്ന സ്ത്രീ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടവളാണ്. ഇന്ന് ഖുർആനും സ്വഹീഹ് ഹദീസുകളും പഠിപ്പിക്കുന്ന അടിസ്ഥാനത്തിൽ ക്ഷമയുള്ള സ്ത്രീയുടെ 10 പ്രധാന ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊക്കെ നമ്മൾ സ്ത്രീകളാണല്ലോ, അപ്പോൾ നമുക്കൊക്കെ ആ ലക്ഷണങ്ങളുണ്ടോ എന്ന് സ്വയം വിലയിരുത്താം. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്, കാരണം നമുക്ക് സ്വയം വിലയിരുത്താൻ ഈ വീഡിയോ സഹായകമാകും. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം. അള്ളാഹുവിൽ വിശ്വസിക്കുക. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും, നമുക്ക് എന്തൊരു പ്രയാസമോ ബുദ്ധിമുട്ടൊക്കെ വന്നാലും അള്ളാഹുവിനെ കൈവിടാതെ അള്ളാഹുവിൽ വിശ്വസിക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിൽ ആശ്രയിക്കുന്നു. 2, കോപം നിയന്ത്രിക്കുന്നു. ദേഷ്യം വന്നാലും വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത പാലിക്കുന്നു. കാരണം നമ്മളൊക്കെ സ്ത്രീകളായത് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ അടുക്കളയിലുള്ള ഭാരം കൊണ്ടോ പണിൻ്റെ സമ്മർദ്ദം മൂലമോ അല്ലെങ്കിൽ നമ്മളെ മക്കൾ പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിലോ നമ്മൾ കരുതിയ കാര്യം ഭർത്താക്കന്മാർ ചെയ്ത് തന്നില്ലെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ. അപ്പോൾ ഇപ്പോൾ എനിക്കൊക്കെ ഉള്ളൊരു പ്രശ്നം ഞങ്ങൾക്ക് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ കുറേ മാറ്റിയെടുത്തിട്ടോ. ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തോട് ഈറടിച്ചാൽ പിന്നെ അന്ന് കാണുന്നത് മൊത്തം കരമിൻ്റെ പോലെ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടോ? പക്ഷെ നമുക്ക് അങ്ങനെ പറ്റൂല അല്ലേ. ഞാൻ കുറേ അതിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ വരുന്നു കേട്ടോ. സ്വയം നിയന്ത്രിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാ, അതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. അപ്പോൾ ദേഷ്യം വന്നാലും വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത പാലിക്കുന്നു. അപ്പോൾ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് പാത്രമൊക്കെ ഇറുകിയുള്ളത് വരും, അത്രക്കും എന്താ കാട്ടേണ്ടത് വെച്ചാൽ അങ്ങനെ വരും പറയട്ടോ. അതൊക്കെ നമ്മളൊരു നമ്മളെ ഒരു മനസ്സിൻ്റെ ഒരു സംഭവമാണത്. നമ്മളെ വികാരങ്ങളിൽ പെട്ടതാണത്. കോപം അങ്ങനത്തെ ഒക്കെ, വിദ്വേഷം, അസൂയ, കുയിന്ത അങ്ങനത്തെ ഒക്കെ പറയുമല്ലോ, അതേപോലത്തെ അതിലുള്ളതാണ് കോപം. അത് നിയന്ത്രിക്കും ആ സ്ത്രീ. അതുപോലെ തന്നെ നമസ്കാരത്തിൽ സ്ഥിരത പുലർത്തുന്നു. നിസ്കരിച്ചാതെ കൂല. ഏത് പ്രയാസങ്ങൾക്കിടയിലും, ഏത് ബുദ്ധിമുട്ടാണെങ്കിലും, ഏത് ഇടങ്ങേറാണെങ്കിലും, എത്ര വലിയ ജോലിഭാരാണെങ്കിലും അതിൻ്റെ അടിയിൽ പോയി നിസ്കാരം നിലനിർത്തും. പ്രയാസങ്ങൾക്കിടയിലും ഇബാദത്ത് ഉപേക്ഷിക്കില്ല. പിന്നെ നമ്മൾ പിന്നുള്ളതാണ് ക്ഷമയുള്ള സ്ത്രീകളുടെ ഒരു അവരുടെ ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇനി പറയുന്നത് കേട്ടോ. അതായത് 4-മത്തത്, ദുആയിലൂടെ സഹായം തേടും. എന്ത് വിഷമമുണ്ടെങ്കിലും ഒക്കെ അള്ളാഹുവിനോട് ഇങ്ങനെ പറയും. അള്ളാഹുവിനോട് തുറന്നു പറയുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. എന്ത് വിഷമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഇടങ്ങാറാണെങ്കിലും അത് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അത് അള്ളാഹു ഉത്തരം തരുവോളം കാത്തിരിക്കുകയും ചെയ്യുന്നു. 5, മറ്റുള്ളവരോട് നല്ല പെരുമാറ്റം കാണിക്കുന്നു. കുടുംബത്തോടും അയൽക്കാരോടും സൗമ്യത പുലർത്തുന്നു. നല്ല പെരുമാറ്റം, ആരെന്ത് ചെയ്താലും ഒരു പരിഭവമില്ല, നല്ല പെരുമാറ്റം കാണിക്കുന്നു. 6, നാവിനെ സൂക്ഷിക്കുന്നു.
ആറാമതായി നമ്മൾ എന്താ പറഞ്ഞത്, നാവിനെ സൂക്ഷിക്കുന്നു. അതായത് അപവാദം, പരദൂഷണം, വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒക്കെ എന്നിവ ഒഴിവാക്കുന്നു. ഇനി ആരെന്ത് പറഞ്ഞാലും നമ്മളെത്ര വഴക്കിട്ടാലും, കാരണം നമ്മൾ എന്താ ഇപ്പോൾ ഭർത്തൃ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ അമ്മായിമാരൊക്കെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക. ഇനി ആരാണെങ്കിലും ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതിന് എതിർത്ത് പറയാതിരിക്കുക. ഒരു കൈ കൊണ്ട് കൊട്ടിയാലുള്ള, രണ്ട് കൈ കൊണ്ട് കൊട്ടിയാലുള്ള ആ ഒരു ശബ്ദം ഉണ്ടാവുക, ഒരു കൈ കൊണ്ട് കൊട്ടിയാൽ അവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആരെയൊന്നും വേദനിപ്പിക്കാതിരിക്കുക. ഒരു കാര്യം മറ്റൊരാളോട് ചെന്നുകാണ്ട് അവിടെ പരദൂഷണം, അപ്പോൾ അവിടെ ഒരു അപവാദം, അപ്പോൾ അവിടെ ഒരു പ്രശ്നമായി മാറി നമ്മൾ കാരണം ആരും വേദനിപ്പിക്കാതിരിക്കാം, വേദനിപ്പിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ അതായത് നാവിനെ സൂക്ഷിക്കുന്നു ആ പെണ്ണ്. അപവാദം, പരദൂഷണം, വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ എന്നിവ ഒഴിവാക്കുന്നു. ഏഴാമത്തത് പ്രതിസന്ധികളിൽ തളരുന്നില്ല. എന്തൊരു പ്രതിസന്ധി, എന്തൊരു പരീക്ഷണം അള്ളാഹു ആ സ്ത്രീക്ക് കൊടുത്താലും അതിൽ ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവും. പരീക്ഷണങ്ങളെ അള്ളാഹുവിൻ്റെ പരീക്ഷയായി കണ്ട് ക്ഷമിക്കുന്നു. എട്ടാമതായിട്ട് പറയുന്നത് നന്ദിയുള്ളവളാണ്. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഞാനിപ്പോഴത്തെ വീഡിയോ ചെയ്തിരുന്നില്ലേ, അതിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഭർത്താവിൻ്റെ സ്നേഹിച്ചുള്ള കടമകളായില്ല തോന്നുന്നുണ്ട്. നന്ദിയുള്ള നമ്മൾ ചിലപ്പോൾ നമ്മളെ ഭർത്താക്കന്മാർ നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ, കുറേ നന്മകൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരു തിന്മ കാരണം നമ്മളെന്താണ് ആ എല്ലാ നന്മകളും നമ്മൾ മറന്നു പോയിട്ട് നിങ്ങൾ കാരണം ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ പറയൂലേ. അപ്പോൾ അതിന്ന് ഒഴിവാകുക. അപ്പോൾ നന്ദിയുള്ളവളാണ്. ചെയ്ത കാര്യങ്ങൾക്ക്, ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് പറയണത്, ഒമ്പതാമതായിട്ട് നമ്മൾ പറയണത് മാപ്പ് നൽകാൻ തയ്യാറാകുന്നു. കഴിയുന്നിടത്തോളം മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുന്നു. ആരെന്ത് ചെയ്താലും അവർക്കൊക്കെ പുറത്തു കൊടുക്കുന്നു. 10 നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ, ഇനി എന്തെന്നെ പറഞ്ഞാലും അത് ചിരിച്ചിക്കാണ്ട് അതിനെ നോക്കിക്കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതുപോലെ നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കണം. ആർക്കും വെറുപ്പോ വിദ്വേഷമോ അസൂയൊന്നും വെക്കാതെ എല്ലാവരോടും നല്ല രീതിക്ക് പെരുമാറുന്നു. വിനയം, ലാളിത്യം, സത്യസന്ധത എന്നിവ ജീവിതത്തിൽ പ്രകടമാക്കുന്നു. അപ്പോൾ നമ്മൾ 10 കാര്യങ്ങളും പറഞ്ഞു. ഇനി പെട്ടെന്ന് നമുക്ക് ഓടിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകാം. 1. അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം. 2. കോപം നിയന്ത്രിക്കുന്നു. 3. നിസ്കാരത്തിൽ സ്ഥിരത പുലർത്തുന്നു. 4. ദുആയിലൂടെ സഹായം തേടുന്നു. 5. മറ്റുള്ളവരോട് നല്ല പെരുമാറ്റം കാണിക്കുന്നു. 6. നാവിനെ സൂക്ഷിക്കുന്നു. 7. പ്രതിസന്ധികളിൽ തളരുന്നില്ല. 8. നന്ദിയുള്ളവളാണ്. 9. മാപ്പ് നൽകാൻ തയ്യാറാകുന്നു. 10. നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു നല്ല സ്ത്രീയിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. ഇപ്പം നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാകാനുള്ള കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളില്ലേ, കുറേ കാര്യം ഇനി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ കുറച്ച് പറയുക. എന്നാലും ഈ ഒരു ലക്ഷണങ്ങൾ, ഈ 10 ലക്ഷണങ്ങൾ എന്തായാലും ഒരു സ്ത്രീയിലുണ്ടെങ്കിൽ ഉറപ്പിച്ച ആ സ്ത്രീ നല്ലൊരു സ്ത്രീയാണെന്നുള്ളത്. ഇനി നമുക്കിതിൽ എന്തെങ്കിലും ഒരു ദുസ്വഭാവം നമ്മളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ അതിന്ന് മാറാൻ നമ്മൾ നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കുണ്ടായിരുന്ന സ്വഭാവം പെട്ടെന്ന് ദേഷ്യം കയറുക എന്നുള്ളത്. അപ്പോൾ ആ സമയം നമ്മൾ നല്ല രീതിയിലാക്കി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടോ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ നമ്മളെ സ്വഭാവം മാറ്റിക്കൊണ്ടോ ശരിയായാൽ നമ്മൾ ശരിയാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തുക. പിന്നെ ക്ഷമ, സബർ അത് അള്ളാഹുൽ ഉറച്ച വിശ്വാസത്തോടെ പ്രയാസങ്ങളെ നേരിടാനുള്ള ശക്തിയാണ്.
എന്താ അപ്പോൾ നല്ലൊരു പെണ്ണിൻ്റെ അടയാളം, നല്ലൊരു സ്ത്രീയുടെ അടയാളങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഗുണങ്ങളുണ്ടോ എന്ന് നോക്കുക. എത്ര ഗുണങ്ങൾ, ഈ 10ൽ എത്രണ്ണം നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ക്ഷമ, സൊബർ, അള്ളാഹുൽ ഉറച്ച വിശ്വാസത്തോടെ പ്രയാസങ്ങളെ നേരിടാനുള്ള ശക്തിയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും സൊബർ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫത്ഹ് തരട്ടെ. പല കാരണത്താൽ നമ്മുടെ മനസ്സൊക്കെ പതറിപ്പോണ സമയം നമുക്ക് ഉണ്ടാവൂലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. പിന്നെ നമുക്ക് എന്തായാലും നമ്മൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ മനസ്സിന് മനക്കട്ടി നമുക്ക് നല്ല കുറവാണ്. ഇനി മനക്കട്ടിയുള്ള സ്ത്രീകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇസ്ലാമിക അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു നമ്മെ എല്ലാവരെയും സൊബറുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇനിയും കുടുംബത്തെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നിങ്ങളെ ഞാനും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.